ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു നാടൻ രീതിയിൽ തന്നെ ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം നമുക്ക് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ ഓരോരോ ഇതളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി, ഒരുപാട് വെന്ത് ഇതാവുകയൊന്നും വേണ്ട. അപ്പോൾ ഒന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ടോ ഈ തോരന്. നമ്മുടെ കൂണ് തോരൻ തോറ്റു പോകും കേട്ടോ, അതുപോലെ ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഇതുപോലെയൊക്കെ മാറ്റി മാറ്റി നമുക്ക് പറ്റും. ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക, കോളിഫ്ലവറൊക്കെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ കഴിച്ചോളൂ. ഇപ്പോൾ ഞാനിതൊന്ന് ഊറ്റി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആ മണ്ടയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, തോരനല്ലേ. അപ്പോൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് കല്ലേലിട്ടൊന്ന് ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നാടൻ ഐറ്റങ്ങളെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് അതിനൊരു പ്രത്യേക രുചി. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയില്ലേ, അപ്പോൾ അതൊന്ന് ഇടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതൊന്നിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലൊരു കിടിലൻ തോര കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തോരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ജീരകം ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരം നമ്മൾ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടും വിഷാംശമൊന്നും ഉള്ളതല്ല, ഞാനിവിടെ എൻ്റെ സ്വന്തം കൃഷിയായിട്ടോ ഇത്. അപ്പോൾ എന്നാലും നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ ഇതുപോലെ ഒന്ന് മഞ്ഞളും ഉപ്പ് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കിനി ഇതൊന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇനി നമുക്ക് 2 ചുവന്നുള്ളിയും കൂടെ ഇട്ടതൊന്ന് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. തോരനെടുക്കുന്ന പരുവം അറിയാലോ, ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. അപ്പോൾ ഈ മീറ്റ് മസാല ഇഷ്ടമില്ലാത്തവർ അതങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കണം. ഒന്നുകൂടി അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തോരനൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഇങ്ങനെ ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വേറൊരു രുചിയായിപ്പോവും. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് നല്ല ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയിലൊക്കെ നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതെല്ലാം നല്ല കിടിലനൊരു കിടുക്കാച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻ്റായിട്ട് അറിയിക്കുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണമെന്നുള്ളതായ ഒരു പ്രചോദനം എനിക്കുണ്ടാവുന്നത്. അപ്പോൾ അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. ഇപ്പോൾ നമ്മുടെ ആ തോരനൊക്കെ വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ചു. നല്ലപോലെ അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ തോരവാ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് കറിയും ഒഴിച്ച് ഈ തോരനും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, മറക്കരുത് കേട്ടോ. പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റി നമ്മൾ ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ കാണാനും കഴിക്കാനും അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കിടിലൻ കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.